ബാനർജി, നീ ഹോങ്കോങ്ങിലേക്ക് പറ്റും. ഞാൻ 10-15 ദിവസം എടുക്കും. അതുകൊണ്ട് അവിടെ നമ്മുടെ ഹവാല നോക്കും. അണ്ണ 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 എന്റെ രണ്ടാം കല്യാണം സെറ്റായണ്ണ. മറ്റന്നാളെ എന്റെ കല്യാണം. അണ്ണൻ പറഞ്ഞു അണ്ണ. ചെയ്തു പോയ തെറ്റ് വീണ്ടും ആവർത്തിക്കുന്നില്ല. എന്റെ ആദ്യ ഭാര്യ ഫസ്റ്റ് നൈറ്റിൽ തന്നെ ഓടിപ്പോയത്. നിനക്ക് കാണില്ല. അതങ്ങനെയല്ലടാ, ആളിനെ നിർത്തിയിട്ട് വേണം പ്രാക്ടീസ് ചെയ്യാൻ. ആസിന്റെ തലയിൽ മത്തങ്ങ വെച്ചിട്ട് പ്രാക്ടീസ് ചെയ്യും. ഒന്ന് മിസ്സായിരുന്നെങ്കിൽ എന്റെ കല്യാണം മിസ്സായിരുന്നു. എന്താ ഇവര് കാണിക്കുന്നത്? ഏയ്, തോക്കൊണ്ടാ കളിക്ക? എന്തെങ്കിലും സംഭവിച്ചിരുന്നെങ്കിൽ? വീട്ടില് പാവ ഉണ്ടായിരുന്നെങ്കിൽ കുട്ടികൾ അതുകൊണ്ട് കളിച്ചാനെ. എന്റെ കയ്യിൽ ഇപ്പൊ ഗണ്ണല്ലേ ഉള്ളത്. ഇവിടെ ഇരിക്കുമ്പോ പിന്നെ അവർ എന്തുകൊണ്ട് കളിക്കാനാ? ഇവിടെ ഇരിക്കാൻ ഞാൻ പറഞ്ഞു. പൊയ്ക്കോ, എല്ലാത്തിനും വിളിച്ചോണ്ട് പൊയ്ക്കോ. ഗെറ്റ് ഔട്ട്. ഇതെന്റെ വീടാണെങ്കിൽ അത് അവരുടെയും കൂടിയാ. പോവില്ല. എനിക്ക് ഇങ്ങനൊരു ബന്ധമില്ല. 1 കോടി രൂപ തരാം. പറഞ്ഞേക്ക്. നിങ്ങൾക്ക് റിലേഷൻസ് ഉണ്ടാവില്ല. റൂൾസ് എനിക്കുമില്ല. നിങ്ങളെ പോലെ ക്യാഷ് അല്ല എനിക്ക് പ്രധാനം. ദേ, ഈ തലയ്ക്ക് 1 കോടി രൂപ അഡ്വാൻസ് തന്നതാ ദാസ് എനിക്ക്. ഇപ്പൊ ഇവിടെ ടോപ്പിക് എന്തിനാ പറയുന്നത്? മകനെ, 1000 വട്ടം ക്ഷമിക്കാനാണ് ദൈവം പറയുന്നത്. ദൈവം എന്താണോ പറഞ്ഞത്? ദൈവമല്ല, എനിക്ക് വേണ്ടിയേ പറഞ്ഞിട്ടുള്ളൂ, അവന് വേണ്ടിയില്ലേ? അണ്ണ ഒന്ന് കൂളാണ്. ബോസ് നിങ്ങളുടെ മോനല്ലേ ബോസ്. മറ്റൊന്ന് എന്റെ രണ്ടാം കല്യാണം. മറക്കാതെ തീർച്ചയായിട്ടും വരില്ല. എന്റെ അച്ഛനും വരില്ല. നീ ആരാണ് അത് പറയാൻ? ഞാൻ പോവും. ആ ദാസ് നിങ്ങളെ കൊടുക്കാൻ വേണ്ടി വെയിറ്റ് ചെയ്തിരിക്കും അവിടെ. ചെല്ലങ്ങോട് തിരിച്ചു വരില്ല. സ്പോട്ടിൽ തീർത്തു കളയും. ആ സ്പോട്ടൊക്കെ നിനക്കാ പുതിയത്, ഞങ്ങൾക്കല്ല. ആസിഡ്, ഞാൻ വന്നേക്കാം. ഏർപ്പാടുകളൊക്കെ ചെയ്തോ? ശരിയാണോ? എന്താണ് ഇവനിങ്ങനെ? വന്നു. എത്തി. അണ്ണാ നമസ്കാരം. അണ്ണാ വാ അണ്ണാ. അടേ മാറിക്ക്. അണ്ണ ഇതെന്റെ അമ്മ, അച്ഛൻ. നമസ്കാരം. അതെന്റെ രണ്ടാം ഭാര്യ. നീ പെട്ടെന്ന് ചാടി പോകുന്നതിന് മുമ്പ് പോയി കെട്ടിക്കോ. ആക്കെടുത്ത് വളയ്ക്കാതെ. അണ്ണാ, കല്യാണത്തിന് എല്ലാരും വന്നിട്ടുണ്ട്. പിയാറും വന്നിട്ടുണ്ട്. പക്ഷെ അയാളുടെ മോൻ വന്നിട്ടില്ല. ആദ്യ പിയാറിനെ തീർത്തേക്ക്. അവിടെ കേൾക്കേണ്ടത് കല്യാണമേളമായിരിക്കരുത്, മരണബഹളമായിരിക്കണം. നീ ആ ദാസിനോട് ചെന്ന് പറ, പിയാറിനെ കൊല്ലണമെങ്കിൽ ആദ്യം അവന്റെ മകനെ കൊല്ലണമെന്ന്. എന്തു പറ്റി? പോകണ്ടെന്ന് പറഞ്ഞതല്ലേ? അണ്ണൻ എങ്ങനുണ്ട്?
അണ്ണന് സുഖമുണ്ടോ? അണ്ണൻ സുഖമായിട്ടുണ്ടാവും, പക്ഷെ എന്റെ രണ്ടാം ഭാര്യ കാണുന്നില്ല. നീ പേടിക്കണ്ടാ. ആദ്യത്തെ ഭാര്യ പിനവയലുകാരനൊപ്പം പോയി, രണ്ടാമത്തെ ഭാര്യ പാലുകാരനൊപ്പം പോയി കാണും. ആര് പറഞ്ഞാ പാൽക്കാരനോടാ പോയത്? അവൾ ഡ്രൈവറോടാ പോയത്, അറിയോ? ഹായ് അങ്കിൾ. ഹായ്. ലക്ഷ്മി, ഇന്ന് അവളുടെ ബർത്ത്ഡേയാ. മെനി മെനി ഹാപ്പി റിട്ടേൺസ് ഓഫ് ദി ഡേ. താങ്ക് യു. ഇന്ന് നിന്റെ ബർത്ത്ഡേ മാത്രമല്ല, എന്റെയും കൂടെയാ. ഡെത്ത് ഡേ ആകേണ്ടതാ. രക്ഷപ്പെടുത്തി. യു നോ മൈ സൺ, ഹി ഗേവ് മീ റീബർത്ത്. ഐ ആം ഓൾ റൈറ്റ്. എന്റെ കോടികളുടെ ആസ്തി എന്റെ സെക്യൂരിറ്റികൾക്ക് ചെയ്യാൻ കഴിയാത്ത ഇവൻ ഒറ്റയ്ക്ക് ചെയ്തു. പ്രാണൻ കൊടുത്താണ് എന്നെ രക്ഷപ്പെടുത്തിയത്. മെടുക്കനാണ് അവൻ. അവനാ എന്റെ അവകാശം. എന്റെ സ്വത്തിന് മാത്രമല്ല, എന്റെ ധൈര്യത്തിനും. ഐ ലവ് യു മൈ സൺ. സണ്ണല്ലണ്ണ, ബോസ്. ഗണ്ണ് ഗണ്ണ്. അത് പുലിയാണ് അവൻ. ശേഷു, നമുക്കിതൊന്ന് ആഘോഷിക്കണം. ലെറ്റ്സ് സെലിബ്രേറ്റ്. അങ്കിൾ, ബർത്ത്ഡേ ഗിഫ്റ്റ് എനിക്ക് വേണം. എന്ത് വേണം? ക്രാന്തി. യാ നിങ്ങൾ എന്ത് ചെയ്യുന്നു? ചിട്ടി ഫണ്ട് കമ്പനിയിലെ മാനേജറാ. സാലറി? ഒരു 10-15,000 രൂപ കിട്ടും. ഇയാള് താമസിക്കുന്ന വീട് പോലും ലോട്ടറി അടിച്ച് കിട്ടിയാണ്. അതെ സാറേ, എന്റെ മോളൊരു ഭാഗ്യവതി. ലോട്ടറിയിൽ വീടും ഫർണിച്ചറും ഫോറിൻ ട്രിപ്പ് കിട്ടും, എന്നാൽ ഭർത്താവിനെ കിട്ടില്ല. എന്താശിച്ചാലും സ്വന്തമാക്കുന്ന റേഞ്ച് എന്റേത്. എവിടെ നിന്ന് കിട്ടിയാലും അതുകൊണ്ട് ജീവിക്കാനുള്ള ശേഷിയെ നിനക്കുള്ളൂ. PR വരാൻ പോകുന്ന മരുമോള് എന്റെ മോളാണ് കേട്ടോ. പിയാസ, ക്രാന്തി നിങ്ങളുടെ മകനാണെന്ന് അറിയുന്നതിന് മുൻപേ എന്റെ മകളായിട്ട് അടുത്തതാ. എന്റെ മോളെ കെട്ടണമെന്നുള്ള വാശിയിലാവൻ. മാത്രമല്ല, ക്രാന്തിയെ എന്റെ മോൾക്കും വലിയ ഇഷ്ടമാണ്. ക്രാന്തി ഒരിക്കൽ അനാഥനായിരുന്നു. ഇപ്പൊ അവൻ ആരാന്ന് മനസ്സിലായില്ലേ? വേറെ ആരെങ്കിലും നോക്കാൻ പറ. അല്ലെങ്കിൽ നീ തന്നെ സെലക്ട് ചെയ്യ, വല്ലവനോട് ഇറങ്ങിപ്പോന്നതിന് മുമ്പ്. അങ്ങനെയൊന്നും സംസാരിക്കരുത് സാർ. ഞങ്ങൾ അത്രയ്ക്ക് മോശപ്പെട്ട ഫാമിലി ഒന്നും അല്ല. ഞാൻ എങ്ങനെ സംസാരിക്കണമെന്നും എന്റെ മകൻ ആരെ കല്യാണം കഴിക്കണമെന്നും ഞാനാണ് തീരുമാനിക്കുന്നത്. കാർ എടുക്കണം. മൈ ഗുഡ്നസ്, ലാസ്റ്റ് വീക്കിൽ നമ്മൾ സ്കാൻ ചെയ്തിരുന്നത് അബദ്ധമായി പോയി. ക്രാന്തി PR മകനാ. ഹലോ ഡോക്ടർ, എങ്ങനെയുണ്ട്? കിട്ടിയ അടി ചെറുതാണെങ്കിലും മുറിവ് ഇത്തിരി വലുതാണ്. ബ്രെയിനിലേക്കുള്ള ഞരമ്പുകൾക്കാണ് അടിയേറ്റിരിക്കുന്നത്. അവിടെ ബ്ലഡ് ക്ലോട്ട് ആയിട്ടുണ്ട്. അതുകൊണ്ട് പെയിന്റ് ആവാൻ ചാൻസ് ഉണ്ട്. ഹി ഷുഡ് ബി വെരി കെയർഫുൾ. ഒരിക്കലും എക്സൈറ്റഡ് ആവാൻ പാടില്ല. സ്മോക്കിങ്ങോ ഡ്രിങ്കിങ്ങോ അങ്ങനെ സംടൈംസ് ഉടൻ തന്നെ ഒഴിവാക്കണം. പെയിൻ വരാതിരിക്കുന്നതിന് ഞാൻ ടാബ്ലറ്റ് എഴുതിത്തരാം, അത് കൊടുത്താൽ മതിയാവും. എപ്പോഴും റിലാക്സ് ആയിരിക്കുന്നതാണ് നല്ലത്. തൽക്കാലം ഓപ്പറേഷൻ ഒഴിവാക്കുന്നതാണ് നല്ലത്. ടേക്ക് കെയർ. വാട്ട് ഈസ് ദിസ്? പ്ലീസ്, പറഞ്ഞില്ല എക്സൈറ്റഡ് ആവരുതെന്ന്. കൺട്രോൾ യുവർ സെൽഫ് പ്ലീസ്. ഞാൻ നോക്കിക്കോളാം. അച്ഛൻ റെസ്റ്റ് എടുക്കൂ. ഡേയ്, ഇന്നത്തോടെ കള്ളനോട്ട് പ്രിന്റിംഗ് നിർത്തി. നിങ്ങൾക്കൊക്കെ വീട്ടിൽ പോവാം. പറഞ്ഞു വിടാ. ബോസ്, ബോസ്, ശേഷം സമ്മതിക്കില്ല. ഈ ഫാക്ടറിക്കാരനെ ബോസിന്റെ തന്നെ. പിന്നെ ശേഷം എന്തിനാടാ? അവന്റെ അടുത്തും പോയി പറ, ബോസ് ഇവിടെ ഉണ്ട്. ഹലോ ക്രാന്തി, നിന്റെ അച്ഛൻ എന്റെ അച്ഛനെ വിളിച്ച് വാർണിംഗ് കൊടുത്തിരിക്കുക. നിന്നെ പോലെ പണമുള്ളവരെ വല വീശി പിടിക്കുന്ന സ്വഭാവക്കാരല്ല ഞങ്ങൾ. ഇനി ഒരിക്കലും എന്നെ കാണരുത്, ഫോൺ ചെയ്യരുത്. ഹലോ ഹലോ ഹലോ. അവൻ എന്റെ മോനാ, ഞാൻ പറയുന്ന കേൾക്കും. പിന്നെ നിന്റെ മോളല്ലേ, അപ്പൊ നിന്റെ മരുമോൾ. അവളെ അവൻ കല്യാണം കഴിക്കും. ക്രാന്തി നമ്മുടെ പ്രസ് പൂട്ടി ജോലിക്കാരെയൊക്കെ പറഞ്ഞയച്ചെന്ന്. എന്ത്? ക്രാന്തി, ഇവിടെ വാ. എന്താടാ പ്രസ് പൂട്ടി എന്നൊക്കെ പറയുന്നു? സമ്പാദിച്ചതൊക്കെ മതി. ഡോക്ടർ അച്ഛനോട് ടെൻഷൻ പാടില്ലെന്നല്ലേ പറഞ്ഞത്? ആ വേണ്ടാത്ത പ്രസ് കാരണം എല്ലാ പ്രശ്നവും. ഓ, അച്ഛ, ഇത് രണ്ടും പാടില്ലെന്ന് അച്ഛനോട് ഡോക്ടർ പറഞ്ഞല്ലേ? ഡാ സുബു, നിന്നോട് ഞാൻ പറഞ്ഞിട്ടില്ലേ ഇതൊക്കെ എടുത്തുകളാ. ക്രാന്തി, ഒരേ ഒരു പെഗല്ലേ കൊടുത്തത്? അതിലും വേഗം തനിക്ക് കുറച്ച് വിഷം കൊടുക്കാറുന്നില്ലേ? തന്റെ മനസ്സിൽ പോതല്ലേ? അത് അങ്ങനെ പറയാതടാ. അമ്മായിയപ്പനാടാ അത്. അമ്മായിയപ്പനോ? ഓഹോ, അപ്പൊ അതിനു വേണ്ടിയായിരുന്നോ ആ വരലക്ഷ്മിയുടെ അച്ഛനെ വിളിച്ച് വാണിംഗ് കൊടുത്തത്? പ്രിയക്ക് തന്നെ ഇഷ്ടമായി, അതുകൊണ്ട് ഞങ്ങൾ അതങ്ങ് ഡിസൈഡ് ചെയ്തതാ. ഡിസൈഡ് ചെയ്തത് നിങ്ങളാ. ഡിസൈഡ് ചെയ്യണ്ട. പ്രിയേക്കാൾ മുമ്പ് വരലക്ഷ്മി ഞാൻ ഡിസൈഡ് ചെയ്തതാ. നീ എന്ത് ഡിസൈഡ് ചെയ്യാൻ? അപ്പൊ ഞാൻ കൊടുത്ത വാക്ക് ഞാൻ പറയുന്നതിന്. അവിടെ കൊണ്ടുകിടത്ത. ഇനി ഈ ടോപ്പിക് എങ്ങാനും പറഞ്ഞ
പാവം ഫോൺ എടുത്ത് സംസാരിക്കടി. എടുക്കില്ല. ഹലോ, ഞാൻ ക്രാന്തിയ. ക്രാന്തി. ഞാൻ പറയുന്നത് കേട്ടോ. ഞാനിപ്പോ ലൈബ്രറിയിലാ. സിറ്റി ബസ് എന്നാ ലൈബ്രറി ആക്കിയത്? എന്റെ ജീവിതത്തിൽ പുതുതായിട്ട് ഒരുപാട് മാറ്റങ്ങൾ സംഭവിച്ചിട്ടുണ്ട്. പക്ഷെ ഒന്ന് മാത്രം മാറിയിട്ടില്ല, നിന്നോടുള്ള ഇഷ്ടം. അതെന്നിൽ നിന്ന് വേർപിരിക്കാൻ ആർക്കും ആവില്ല. നിന്റെ അച്ഛനുണ്ടായ അപമാനത്തിന് ഞാൻ നിന്റെ വീട്ടിൽ വന്ന് മാപ്പ് ചോദിക്കാൻ പോവാ. മനസ്സിലാക്കാം. ഐ ആം സോറി. 124. ഞാനും 124. നെക്സ്റ്റ് സ്റ്റോപ്പിൽ ഇറങ്ങി വരുമോ നീ?